പ്രോപ്പർ ചാനലിൽ കത്തെഴുതാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരാതി നമ്മുടെ സ്റ്റേഷൻ റൈറ്റർക്ക് കൊടുക്കുന്നു, റൈറ്റർ CIക്ക് കൊടുക്കുന്നു, CI അത് DYSPക്ക് കൊടുക്കുന്നു, DYSP SP കൊടുക്കുന്നു, SP DIGക്ക് കൊടുക്കുന്നു, DGP കൊടുക്കുന്നു, ഹോം സെക്രട്ടറി എത്തുന്നു. അങ്ങനെയാണ് ഈ CMലേക്ക് ഈ കത്ത് എത്തുന്നത്. തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നില്ല. ആ അന്വേഷണത്തിൽ ഒരാളും എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടില്ല, ഒരു തെളിയിക്കാനും പറ്റില്ല. പക്ഷേ റിപ്പോർട്ട് കൊടുത്തത് ടിയാനെതിരായി സാക്ഷികൾ ആരും തന്നെ മൊഴി തന്നിട്ടില്ല എങ്കിലും ടിയാനെതിരായ കുറ്റം തെളിഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ CI വിശ്വാസാർ റിപ്പോർട്ട് കൊടുത്തത്. സ്ക്വാഡിലുള്ള ആൾക്കാരോട് മൊഴി കൊടുത്തത് 5 ലക്ഷത്തിൽ പരം രൂപ ഈ ബീച്ചിൽ നിന്ന് തന്നെ അവർ സ്കൂട്ടറിൽ നിന്ന് മോഷ്ടിച്ചു എന്നാണ്, കോഴിക്കോട് ബീച്ചിൽ നിന്ന്. അപ്പോൾ ആൾക്കാർ പരാതിയായിട്ട് പോകുന്നുണ്ടാവും. പരാതി പോകുമ്പോൾ അവരോട് പറയും നിങ്ങൾ നടക്കണമെന്ന്. ഇപ്പം മലപ്പുറത്ത് നിന്ന് വന്ന ഒരാളാണ്, നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വരുമോ? അയാളെ സംബന്ധിച്ച് വരില്ലല്ലോ. അപ്പൊ അങ്ങനെ തിരിച്ചയക്കുന്ന സംഭവങ്ങളുണ്ട്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ എന്ന നിലയിലോ അദ്ദേഹത്തോട് കടുത്ത വിയോജിപ്പുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് യാതൊരു വിയോജിപ്പുമില്ല. ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കും വിയോജിപ്പൊന്നുമില്ല. പക്ഷേ ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം പോലീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. പക്ഷെ അദ്ദേഹത്തിന് പോലീസിനെ കുറിച്ചിട്ടുള്ള പോലീസ് സേനയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ ധാരണക്കുറവുണ്ടെന്നാണ്. അദ്ദേഹം അറിയുന്നില്ല, പലതും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറയുന്ന കാര്യമാണല്ലേ? ശ്രദ്ധിക്കുന്നില്ല എന്നും പറയാം. ശരിക്കും പറഞ്ഞാല് എത്ര സസ്പെൻഷനായി? 3 എണ്ണമായി. ഇതിനൊരു ലിമിറ്റ് ഉണ്ടോ? ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്മിസലിലേക്ക് പോകും അല്ലെങ്കിൽ വലിയ പണിയാവും എന്നൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടോ? അങ്ങനെ എണ്ണമുള്ളതായിട്ടൊന്നും അറിയില്ല. CI എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിസിറ്റേഴ്സ് ഇരിക്കുന്ന ചെയറിന്റെ ഒക്കെ ഭാഗത്തായിട്ട് അവനെ കിടത്താൻ, എന്നിട്ട് രാവിലെ 5:30 ആകുമ്പോൾ ഇറക്കി വിടാൻ പറഞ്ഞു. 5:30 ആയപ്പോൾ ഞാൻ ഇറക്കി വിട്ടൊന്നുമില്ല. 6 മണിയായപ്പോൾ അയാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞു സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പോയി, 8 മണിക്ക് സാറ് വരും. പിന്നെ സാറ് വന്നു, അയാളെ ഇറക്കി വിട്ടു. ഈ പോലീസുകാരൻ അവിടെ പോയി കഷ്ടപ്പെട്ട് അതെ സ്വന്തം വണ്ടിയിൽ പെട്രോൾ അടിച്ച് പോയിട്ടാണ് ഈ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന പ്രതിയാണ് വളരെ നിസ്സാരമായിട്ട് ഇയാൾ തിരിച്ചു വിട്ടുന്നത്. പോലീസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഹോം മിനിസ്റ്റർ അറിയണം. നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് ഹോം മിനിസ്റ്റർ ചാർജ് വഹിക്കുന്നത്. അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ പോലീസിനകത്ത് തന്നെ പരസ്യമായിട്ട് തന്നെ ആൾക്കാർ പറയുന്ന കാര്യം, അതായത് അതിപ്പോൾ ഇടത് വലത് ഭേദമില്ലാതെ പോലീസുകാർ പറയുന്നൊരു കാര്യം, അവർക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നെങ്കിലും ഒക്കെ പോലീസിനൊരു മന്ത്രി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുമായിരുന്നു. പലപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ പോലീസിന് ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഈ ജീവിത പ്രശ്നങ്ങളോ ശമ്പളത്തിലോ എന്ത് കാര്യത്തിലും ആളുണ്ടായിരുന്നു. പക്ഷെ അതില്ല എന്നുള്ളത് എല്ലാവരും പൊതുവെ പറയുന്ന ഒരു അഭിപ്രായമാണ്. കാരണം അദ്ദേഹത്തിന് പല പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ ഇല്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് കരുതിയിട്ട് താങ്കളൊരു ലെറ്റർ എഴുതുകയുണ്ടായതല്ലേ? ഈ അദ്ദേഹം ഇപ്പോൾ പോലീസിനെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതായിരിക്കും കാര്യം. ഇപ്പോൾ DGP ആയിരിക്കും അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ DGPക്ക് അറിയില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്, എന്താണ് പോലീസ് സ്റ്റേഷനിൽ പണി നടക്കുന്നത് DGPക്ക് അറിയില്ല. അദ്ദേഹം ഒരു പക്ഷേ ട്രെയിനിങ് സമയത്തൊക്കെ ആയിരിക്കണം ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാവുക. ഈ പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഊഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ PRO സംവിധാനമുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ആ PRO ഒരു ഓഫീസർ ആയിരിക്കണം, പബ്ലിക് റിലേഷൻ ഓഫീസറാണ്, അതൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഉത്തരവുണ്ട്. പക്ഷെ ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ബോർഡുണ്ട് IGPM PRO എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ആ സീറ്റിലിരുന്നിട്ട് ഈ കാര്യങ്ങൾ നോക്കാനുള്ള അവസരം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും റോഡിലായിരിക്കും, അദ്ദേഹത്തിന് പട്രോളിംഗ് ആയിരിക്കും, നൈറ്റ് ഓഫീസർ ആയിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ മനു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ജൂനിയർ ആയിട്ടുള്ള മിടുക്കന്മാരാണ്, അവർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ DGP സർക്കുലർ വന്നു കഴിഞ്ഞാലും DGP അവിടെ നിന്ന് പറഞ്ഞാലും ഇവിടെ ഇതേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ എന്താണ് സ്റ്റേഷനിൽ നടക്കുന്നത് DGPക്കും അറിയില്ല. പിന്നെ കൊടുക്കുന്നത് നമ്മുടെ ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് എഴുതിയിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ SSBയുടെ പ്രതിനിധി നമ്മളെ വിളിച്ചു. നമ്മളിൽ നിന്ന് തന്നെയാണ് വിവരം എടുക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചത് എന്ത് സാഹചര്യത്തിൽ ഇട്ടത്. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇതിലിങ്ങനെ ഈ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, CA കുറിച്ച് പ്രതി ഇറക്കി വിട്ട സംഭവം ഇതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി പറയാനുള്ളത് പോലീസിലെ എങ്ങനെയാണ് പോലീസുകാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതാണ്. ഇപ്പം എനിക്കിതുവരെ ശമ്പളം എഴുതിയിട്ടില്ല, ഞാൻ ഇത്ര മാസങ്ങളായിട്ട് ഇങ്ങനെ പ്രതിസന്ധിയിലാണ്, ഈ ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്യും, കാരണം എനിക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കണം, അതുകൊണ്ട് നിൽക്കും. പക്ഷേ വേറൊരു സാഹചര്യത്തിൽ ഇത്രയും സപ്പോർട്ട് കിട്ടാത്തൊരു പോലീസുകാരനാണെങ്കിൽ അവർ ഇതിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അപ്പം ഞാൻ ആ പോലീസുകാരുടെ അവസ്ഥയെക്കുറിച്ചിട്ട്, പോലീസുകാർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എങ്ങനെക്കുറിച്ച് എഴുതും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് അറിയും, ഈ ഞാൻ എഴുതിയ പോസ്റ്റിലെ CI പ്രതി ഇറക്കി വിട്ട സംഭവം, മറ്റേ DYSP കുറിച്ച് പറഞ്ഞ ഭാഗം, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലില്ല. പോലീസുകാരൻ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്, പിന്നെ അയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട്.
ഓ അപ്പം സേനയ്ക്ക് ഭയങ്കര ഒരു അപമാനം വരുത്തി വെക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ആത്മഹത്യാഭീഷണി മുഴക്കിക്കൊണ്ട് പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട്. ഇതാണ് എവിടെ പോകുന്നത്, ഇതാണ് ഇവിടുന്ന് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലെ ഇന്റലിജൻസിലേക്ക് പോകുന്നത്. അതാണ് DGP ആയാലും എങ്ങനെ മുകളിലേക്ക് എത്തുന്ന സാധനം അതാണ്. അതാണ് ഇതിലൊരു വ്യത്യാസം. എന്താണ് സംഭവിക്കുന്നതെന്ന് മുകളിലേക്ക് അറിയില്ല. ഇപ്പൊ ആ പോസ്റ്റില് അല്ലെങ്കിൽ കത്തില് പറയുന്നുണ്ട് ഈ കഞ്ചാവ് കേസിൽപ്പെട്ട പ്രതിയെ ഇറക്കി വിട്ടു എന്നൊരു സംഭവം. അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവം? യഥാർത്ഥത്തിൽ ഞാൻ അന്ന് GD ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ലോക്കപ്പിൽ ഒരു പ്രതിയുണ്ട്. അത് തമിഴ്നാട്ടിൽ തെങ്കാശി ഭാഗത്തേക്ക് പോകുമ്പോൾ തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന റഹീം എന്നാണ് അയാളുടെ പേര് തന്നെ ഓർമ്മ. ആ പ്രതിയുണ്ട്. കഞ്ചാവ് കേസിൽ പിടിച്ചകത്തിട്ട് ജാമ്യത്തിൽ പോയി. പിന്നെ കോടതി വാറണ്ട് ഹാജരാവാത്തതുകൊണ്ട് കോടതി വാറണ്ട് കൊടുത്തിട്ട് അഖിൽ എന്ന് പറഞ്ഞ പോലീസുകാരൻ അവിടെ പോയിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ, കോടതി ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാരൻ അവിടെ പോയി അയാളെ കൂട്ടിക്കൊണ്ടു. അയാളോട് ജാമ്യം കിട്ടുന്ന സംഭവമാണ്, ജാമ്യം കിട്ടും, അത് ജാമ്യക്കാരെ റെഡിയാക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം അയാളെ ഇവിടെ എത്തിച്ചതാണ്. അയാളെ തലേദിവസം കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ടുണ്ട്. അയാളെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളെ കോടതിയിലേക്ക് അയക്കണം. അപ്പം എന്നോട് പറഞ്ഞു, GD പറഞ്ഞു, 2 പ്രതികൾ വേറെയുണ്ട്, വേറൊരു കേസിൽപ്പെട്ട, ഇതും ഒരുമിച്ച് കോടതിയിലേക്ക് അയക്കാം. നിതീഷ്, കിരൺ എന്ന് പറഞ്ഞ 2 പോലീസുകാരുണ്ട്, അവരെ കൂടെ അയക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ആ മറ്റേ പ്രതികളെ അയക്കണമെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടും വേണം. ഈ റിമാൻഡ് റിപ്പോർട്ട് ആയി കഴിഞ്ഞ് ഞാൻ ഈ 3 പ്രതികളെയും കൂടെ നമ്മൾ പാസ്പോർട്ട് കൊടുത്തിട്ടാണ് കോടതിയിലേക്ക് വിടുന്നത്. പാസ്പോർട്ട് കൊടുത്ത് ഇവരുടെ കൂടെ വിട്ടു. ഇവർ കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ പ്രതി റഹീമിനെ കോടതിയിൽ ഹാജരാക്കാതെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു, CA കണ്ടപ്പോൾ CA പറഞ്ഞു റഹീം ഇയാളെ തിരിച്ചു കൊണ്ടുപോകാൻ, കോടതിയിൽ ഹാജരാക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നേരം വൈകിക്കൊണ്ടായ മജിസ്ട്രേറ്റ് വഴക്കോറി എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് CA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെ പത്തനംതിട്ട ബസ്സുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട്, തെങ്കാശിക്ക് ബസ്സുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് കയറ്റി വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പത്തനംതിട്ട വിളിച്ച് ചോദിച്ചു. ഞാൻ അവിടെ പോയിട്ട് വളരെ ശാന്തമായി ജീവിച്ചു വരികയാണ്. ഇയാൾക്ക് ഒരു പത്തനംതിട്ട ഞാൻ എന്തായാലും വിടില്ല, പക്ഷെ ഞാൻ ചോദിച്ചു, പത്തനംതിട്ട വിളിച്ച് ചോദിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് അപ്പോൾ ബസ്സില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അടൂര് വിളിച്ച് അന്വേഷിക്കും. ഞാൻ അടൂര് വിളിച്ച് അന്വേഷിച്ചു, അടൂരും ബസ്സില്ല. കൊട്ടാരക്കര വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. കൊട്ടാരക്കര വിളിച്ചപ്പോൾ വെളുപ്പിന് 5:30 ബസ്സുള്ളൂ. അപ്പോൾ പുള്ളി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനെ മറ്റേ വിസിറ്റേഴ്സ് ഇരിക്കുന്ന ചെയറിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് അവനെ കിടത്താൻ, എന്നിട്ട് രാവിലെ 5:30 ആകുമ്പോൾ ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. 5:30 ആയപ്പോൾ ഞാൻ ഇറക്കി വിട്ടൊന്നുമില്ല. 6 മണിയായപ്പോൾ അയാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ പോട്ടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പോയിക്കോ, 8 മണിക്ക് സാറ് വരും. അങ്ങനെ സാറ് വന്നു, അയാളെ ഇറക്കി വിട്ടു. ഈ പോലീസുകാരൻ അവിടെ പോയി കഷ്ടപ്പെട്ട് അതെ സ്വന്തം വണ്ടിയിൽ പെട്രോൾ അടിച്ച് പോയിട്ടാണ് ഈ കൊണ്ടുവരുന്നത്. ഇതൊന്നും പോലീസിൻ്റെ ഒരു സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ആ കൊണ്ടുവന്ന പ്രതിയാണ് വളരെ നിസ്സാരമായിട്ട് ഇയാൾ തിരിച്ചു വിടുന്നത്. എന്തിന്റെ പേരിലാണ് അങ്ങനെ അയാളെ ഇറക്കി വിടുന്നത്? ഇത് എന്തെങ്കിലും പൈസ സംബന്ധമാണോ അല്ലെങ്കിൽ പേഴ്സണൽ ബന്ധത്തിന്റെ പേരിലാണോ? പേഴ്സണൽ ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താണ് കാരണം എന്നുള്ളത് പിന്നെ നമ്മൾ ഈ പോലീസുകാരോട് പറഞ്ഞത് കോടതി കൊണ്ടുപോയാൽ നേരം വൈകിയാൽ മജിസ്ട്രേറ്റ് വഴക്ക് പറയും എന്നുള്ളത്. മജിസ്ട്രേറ്റ് എന്താ നേരം വൈകി എന്ന് ചോദിക്കുന്ന പോലീസുകാർ ചെയ്തത് അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരാളെ ഇപ്പൊ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാൻ പറ്റിയില്ല എന്ന് കരുതി ഇറക്കി വിടുവോ? തിരിച്ചയക്കണം. എന്നിട്ട് പിന്നീട് വിവാദമൊക്കെ ആയി, പത്രങ്ങളിൽ വാർത്തയൊക്കെ വന്നു. പിന്നെ അയാളെ കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്തു. പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ SPക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അന്നത്തെ GD എൻട്രി, അന്നത്തെ വിവരങ്ങൾ, ഈ പോയ പോലീസുകാരുടെ എല്ലാം വിളിച്ചു ചോദിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നോണോയാണ് ഓർഡർ ഇട്ടത്. നോണോയി എന്ന് പറഞ്ഞാൽ രേഖകൾ മാത്രം പരിശോധിച്ചിട്ടുള്ള അന്വേഷണമാണ്, ചെറിയ ശിക്ഷ മാത്രം കൊടുക്കാൻ പറ്റിയ. ശരിക്കും ഇത്രയും സാക്ഷികളുള്ള ഒരു സംഭവത്തിൽ ഓറൽ എൻക്വയറി അല്ലേ. അന്ന് GD ചാർജ് ഉണ്ടായിരുന്ന എന്നോട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചോ ഒരു സ്ഥലത്തൊന്നും ഒഫീഷ്യലായിട്ട് ഈ കാര്യങ്ങളെ പറ്റി വിളിച്ച് ചോദിച്ചിട്ടില്ല, SPയും ചോദിച്ചിട്ടില്ല. ഈ CA സംരക്ഷിക്കുന്ന സംഭവം മാത്രമല്ല, ഇത് ക്രിമിനൽ കുറ്റമാണ്, ഇയാൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. എന്നിട്ട് പക്ഷേ ഈ CA ഒരു ട്രാൻസ്ഫർ പോലും കൊടുക്കാണ്ട് അതേ സ്റ്റേഷനിൽ നിലനിർത്തുകയാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാർക്ക് മുഴുവൻ പേടിയായിരിക്കും. ഈ CAക്കെതിരെ സാക്ഷി പറഞ്ഞ് ഞങ്ങൾ പ്രതിയെ കൊണ്ടുപോയി CA പറഞ്ഞിട്ടാണെന്ന് വിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇയാൾ CA ആണോ, അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇപ്പം SHO എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെ അപ്രമാദിതമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇവരെ ഭയപ്പെടുത്താം, അല്ലെങ്കിൽ ഇവരെ ഡ്യൂട്ടി പറഞ്ഞ പോലെ ഡ്യൂട്ടിയൊക്കെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാർ സറണ്ടർ ആവും, പറയാതിരിക്കാം. പിന്നെ ഈ തെളിവുകൾ, ഇതായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സോ തെളിവുകൾ എന്തുണ്ടെങ്കിലും നശിപ്പിക്കാം. ഇതൊക്കെ അയാൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ എത്രയോ കാലം അയാൾ അവിടെ നിന്നു, അയാൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പേടിപ്പിക്കാനൊന്നും പറ്റാത്ത പോലീസുകാരാണെങ്കിൽ ചിലപ്പോൾ കൈക്കൂലി വാങ്ങാവുന്ന, ഇപ്പം ചിലപ്പോൾ പാസ്പോർട്ടൊക്കെ നമുക്ക് പോലീസുകാർ കൈക്കൂലി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന പോസ്റ്റാണ്. കാരണം എല്ലാവരും പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ 500 കൊടുക്കൂലേ. അപ്പോൾ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഡ്യൂട്ടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പലതരത്തിലും ഇതിൽ ഇയാൾക്കെതിരെയുള്ള കുറ്റം മറച്ചു വെക്കാൻ പറ്റും.
അങ്ങനെ അയാളെ കൃത്യമായിട്ട് അത്രയും നിർത്തി ഇയാൾക്കെതിരെ തെളിവുകളില്ലാത്ത വിധത്തിൽ ചെയ്യാൻ സൗകര്യം ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പം ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ട പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് സേനയിൽ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിന്നു കൊടുക്കാതെ ഒരാൾക്ക് പോലും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന സ്ഥാനം വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യണമെന്ന്. ഇപ്പോൾ സമയം ഒരു ഉദാഹരണം പറയാം. ഞാൻ ചെന്ന ഉടനെ എനിക്ക് കിട്ടിയ ഒരു കേസ്, ഒരു വാഴക്കുന്നത്തുള്ളൊരു പെൺകുട്ടിയുടെ ബ്രദറിന്റെ വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് നഷ്ടപ്പെട്ട പൈസയായിരുന്നു. ആ പൈസ ഒരു ട്രാവൽ ഏജൻസി മണി ട്രാൻസ്ഫറും കൂടെ ഉള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഇട്ട് കൊടുത്തത്. അത് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ മലപ്പുറം ജില്ലയിലായിരുന്നു. അപ്പം ഞാൻ വന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ചു, ഇവരെ അക്കൗണ്ട് വന്ന ബാങ്കുകൾ കണ്ടുപിടിച്ചു, ആ ബാങ്കിലെ അക്കൗണ്ട് പോയ ഈ സ്ഥാപനം കണ്ടുപിടിച്ചു, ആ സ്ഥാപനത്തിൽ നിന്ന് പൈസ എടുത്ത് ആർക്ക് കൊടുത്തു എന്ന് കണ്ടുപിടിച്ചു, ആ പൈസ ആര് പറഞ്ഞിട്ട് കൊടുത്തു, അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചു. അവസാനം പൈസ എവിടെ എത്തിയെന്ന് കണ്ടുപിടിച്ചു, ഈ പണം ആരുടെ കയ്യിലെത്തിയെന്ന് കണ്ടുപിടിച്ചു. ആ ആളെ കണ്ടു. അപ്പോൾ അയാളാണെങ്കിൽ വളരെ മാന്യനായൊരു മനുഷ്യനായിരുന്നു. ഈ വസ്തുത പറഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ആ കുട്ടിയുടെ പൈസയാണ്, ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും, കാരണം അതാണ് അതിലെ നീതി. സാറ് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു CI വിളിക്കും, തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ പോയി ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ, പക്ഷെ ഈ കുട്ടിയെ പറ്റിച്ച ആള് ഗൾഫിൽ, അയാൾ അബ്സ്കോണ്ടിങ് ആണ്. പക്ഷെ പൈസ എൻ്റെ പൈസ തിരിച്ചു കൊടുക്കുന്നത് തയ്യാറാണ്. മാസാവസാനം കേസ് തീർക്കാനുള്ള ലിസ്റ്റിൽ പെടുത്തി കേസ് എഴുതി തീർത്താൽ മതി, അബ്സ്കോണ്ടിങ് ചാർജ് കൊടുത്താൽ മതി. പ്രതി അബ്സ്കോണ്ടിങ് ആണ്, കേസ് തീർന്നു. പക്ഷെ അവിടെ നീതി എന്ന് പറയുന്നത് സത്യത്തിൽ നഷ്ടപ്പെട്ട കുട്ടിക്ക് പൈസ തിരിച്ചു കിട്ടാന്നുള്ളത്. ആ നീതി നടപ്പായില്ല, കിട്ടിയില്ല. കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞത്. കൊടുക്കാമെന്ന് ഇയാൾ പറഞ്ഞു. പക്ഷെ വാങ്ങിക്കൊടുക്കണ്ടേ, അല്ലെങ്കിൽ കോടതിയിൽ വിട്ടിട്ട് അത് കൊടുക്കാനുള്ള ഏർപ്പാട് ഒന്നും ഉണ്ടായില്ല. അബ്സ്കോണ്ടിങ് ചാർജ് എന്നോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അബ്സ്കോണ്ടിങ് ചാർജ് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. പിന്നീട് 2-3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ഞാൻ എന്തായാലും 31-ാം തീയതിക്കുള്ളത് അത് കൊടുത്തില്ല. പക്ഷെ പിന്നെ വേറെ ആരെയും വെച്ചിട്ട് അത് തീർത്തു കൊടുത്തു. ഒരു പക്ഷേ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭാര്യ ഭർത്താവ് വിഷയം ഉണ്ടായിട്ട് ഭാര്യമാർ ഒരുപാട് ഭർത്താക്കന്മാർ കൊല്ലുന്ന പോലുള്ള സംഗതികൾ. അപ്പൊ ഇതിലൊക്കെയും ന്യൂസിൽ എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്, പോലീസ് സ്റ്റേഷനിൽ ഇവർ ആദ്യം പോയിട്ടൊരു കാര്യം പറയുന്നത്, എൻ്റെ ഭർത്താവ് എന്നെ തെല്ലുന്നു, കേസ് എടുക്കാൻ തയ്യാറല്ല, ഒന്നും ചെയ്യാൻ തയ്യാറല്ല, അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്, എങ്ങനെയെങ്കിലും ഈ കേസ് തീർത്തു എന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിലൊരു വിഷയം എന്ന് വെച്ചാൽ പല സർക്കുലറുകളും വന്നിട്ടുള്ളത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം വരുമ്പോൾ സംസാരിച്ച് തീർക്കാൻ നോക്കണം എന്നുള്ളതാണ് സർക്കുലർ. അത് DGPയുടെ സർക്കുലർ തന്നെ ഉണ്ട്. അപ്പോൾ അത് മുന്നേ മറികടന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരും. അത് ഭയങ്കര കോംപ്ലിക്കേഷനുള്ള ഒരു വിഷയമാണ്. അതിൽ കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലത്തെ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ തന്നെ ഇപ്പം ഞാൻ എടുത്തു പറയുന്ന ഒരു സംഗതി, ഒരു ഭാര്യ 2 വട്ടം വന്നിട്ട് ഇങ്ങനെ ഭർത്താവ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ട് ലാസ്റ്റ് സൈയിട്ട് ഇവരയാളെ മൺവെട്ടിക്ക് വെട്ടിക്കൊല്ലുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്, ഇവരതൊന്നും ചെയ്യുന്നില്ല. അതുപോലത്തെ വേറെ ഉണ്ടോ? ഈ സർക്കുലർ ഒന്ന് മാറ്റണം, ഇതല്ല കറക്റ്റ് വേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പോലീസ്, അതായത് സ്ത്രീകൾക്ക് ഒരു പരാതി, ഈ പരാതി എന്നല്ല, ഒരു പരാതി വരുമ്പോഴും സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് മാറ്റി നിർത്താനാണ് നോക്കുക, കുറയ്ക്കാനാണ് നോക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കൂടെ, വൈഫും സുഹൃത്തുക്കളൊക്കെ പോയപ്പോൾ കൂട്ടുകാരി നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് മോഷണം പോയി. ഈ CCTV ഉണ്ട്, മോഷണം നടന്നു, സെക്യൂരിറ്റി പറയുന്ന ഇവിടെ സ്ഥിരം ഇങ്ങനെ നടക്കാറുണ്ട്, ഈ സാധനമൊക്കെ പറഞ്ഞ് നമ്മൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി. അന്ന് പറഞ്ഞ് പിറ്റേ ദിവസം CIയോട് ചോദിച്ചിട്ട് കേസ് എടുക്കാമെന്ന്. ഞാൻ CIനെ വിളിക്കുമ്പോൾ CI നോക്കട്ടെ, CCTV നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നെ ഇവരിത് പറയുന്നത് ഈ പരാതിക്കാരിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പി ബാഗിലുണ്ടായിരുന്നു, അതും കൂടെ പരാതിയുണ്ട്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് രേഖയുണ്ടാക്കാൻ വേണ്ടി കേസ് കൊണ്ടിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ പാസ്പോർട്ട് ഭാഗ്യത്തിന് റിന്യൂവലിന് കൊടുത്തതുകൊണ്ട് ആ ആരോപണം നിന്നില്ല. എന്നിട്ട് തന്നെ ഈ പറഞ്ഞ സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ട് കേസ് എടുത്തു കഴിഞ്ഞു. പ്രതികളെ കിട്ടുകയും ചെയ്തു. പക്ഷെ ആ പ്രതികളെ പിടിക്കുന്ന ഒരു മാസം കഴിഞ്ഞിട്ട്, ആ ഒരു മാസത്തിനിടയിൽ പ്രതി സ്ക്വാഡിലുള്ള ആൾക്കാരോട് മൊഴി കൊടുത്തത് 5 ലക്ഷത്തിൽ പരം രൂപ ഈ ബീച്ചിൽ നിന്ന് തന്നെ അവർ സ്കൂട്ടറിൽ നിന്ന് മോഷ്ടിച്ചു എന്നുള്ളത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന്, സുരക്ഷിത നഗരം എന്ന് പേര് കേട്ട കോഴിക്കോട് ബീച്ചിൽ നിന്ന്. അപ്പോൾ ആൾക്കാർ പരാതിയായിട്ട് പോകുന്നുണ്ടാവും. പരാതി പോകുമ്പോൾ അവരോട് പറയും നിങ്ങൾ നടക്കണമെന്ന്. അപ്പം മലപ്പുറത്ത് നിന്ന് വന്ന ഒരാളാണ്, നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വരുമോ? അയാളെ സംബന്ധിച്ച് വരില്ലല്ലോ. അപ്പം അങ്ങനെ തിരിച്ചയക്കുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു തടഞ്ഞു നിർത്തലുണ്ടാവാം, അതിലുപരി ഈ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം DGPയുടെ സർക്കുലർ ലംഘിച്ചത് പറഞ്ഞു തീർക്കാനും പറ്റില്ല, ഇങ്ങനെ ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എത്ര സസ്പെൻഷനായി? 3 എണ്ണമായി. ഇതിനൊരു ലിമിറ്റ് ഉണ്ടോ? ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്മിസലിലേക്ക് പോകും, അല്ലെങ്കിൽ വലിയ പണിയാവും എന്നൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടോ? അങ്ങനെ എണ്ണമുള്ളതായിട്ടൊന്നും അറിയില്ല. പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഒരിക്കൽ തന്നെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങളൊക്കെ AV ജോർജ് നടത്തിയതാണ്. ഇപ്പം ഞാൻ ആതിരയ്ക്ക് ഫ്ലാറ്റ് കൊടുത്തൊരു വിഷയം ഉണ്ടായിട്ട് അതിലൊരു എൻക്വയറി നടത്തിയിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ മീഡിയകളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ
ഈ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു അച്ചടക്ക നടപടി വരും. അതന്നെ തിരിച്ചു പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അടുത്ത അച്ചടക്ക നടപടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അച്ചടക്ക നടപടി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഫസ്റ്റ് PR എന്ന് പറയുന്നത് ഇത് ആതിരയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് കൊടുത്ത ആ അന്വേഷണത്തിൽ ഒരാളും എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടില്ല, ഒരു തെളിയിക്കാനും പറ്റില്ല. പക്ഷെ റിപ്പോർട്ട് കൊടുത്തത് ടിയാനെതിരായി സാക്ഷികൾ ആരും തന്നെ മൊഴി തന്നിട്ടില്ല എങ്കിലും ടിയാനെതിരായ കുറ്റം തെളിഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ CI വിശ്വാസ് സാർ റിപ്പോർട്ട് കൊടുത്തത്. അപ്പൊ ഈ റിപ്പോർട്ട് അവിടെ പോയിട്ട് ഇത് വെച്ചിട്ട് പണി തന്നാൽ ബുദ്ധിമുട്ടാകും എന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം ഇതിന്റെ കൂടെ മറ്റേതെല്ലാം കൂടെ കൂട്ടിയിട്ട് അന്ന് PK രാജു എന്ന് പറഞ്ഞ ട്രാഫിക് കേസിന്റെ ACP അദ്ദേഹത്തിന് കൊടുത്തു. ഇതിനൊരു സംയുക്ത വാക്കാലന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ. ആ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്റെ പേരിലാണ് എന്നെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള പ്രപ്പോസലാണ്. പിന്നീട് അക്ബർ സാർ ആണ് ട്രാൻസ്ഫർ ആയി വന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചും കൂടി ബോധമുള്ളതുകൊണ്ട് അത് തള്ളിപ്പോയി. പനിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് ഇപ്പം ആറന്മുളയ്ക്ക് പോയതും ഫറോക്കിലേക്ക് വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു, അറിയുന്നു, അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് പ്രോപ്പർ ചാനലിലൂടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുകയോ ചെയ്തില്ല? ഒന്ന്, പ്രോപ്പർ ചാനലിൽ കത്തെഴുതാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരാതി ഈ കത്ത് നമ്മുടെ CIക്കാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സ്റ്റേഷൻ റൈറ്റർക്ക് കൊടുക്കുന്നു, റൈറ്റർ CIക്ക് കൊടുക്കുന്നു, CI അത് DYSPക്ക് കൊടുക്കുന്നു, DYSP SPക്ക് കൊടുക്കുന്നു, SP DIGക്ക് കൊടുക്കുന്നു, DGP കൊടുക്കുന്നു, ഹോം സെക്രട്ടറി എത്തുന്നു. അങ്ങനെയാണ് ഈ CMലേക്ക് ഈ കത്ത് എത്തുന്നത്. തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ CMന് ഒരു കത്ത് അയക്കുന്നു. ഈ CMന് കത്ത് അയക്കുന്നത് CMന്റെ ഓഫീസിലെത്തുന്നു. അപ്പം തന്നെ നമുക്ക് മറുപടി വരും, താങ്കളുടെ കത്ത് കൂടുതൽ അന്വേഷണത്തിനായി DGPക്ക് കൈമാറിയിരിക്കുന്നു. അത് മുഖ്യമന്ത്രി കാണുന്നോ അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ നോക്കില്ല, ഈ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് തള്ളി വിടും. DGP അവിടെ നിന്ന് എന്ത് ചെയ്യും, DIGക്ക് വരുന്നു, DIG SPക്ക് കൊടുക്കുന്നു. അവസാനം ഞാൻ ഈ പറഞ്ഞ സാധനം ആറന്മുള CIക്ക് ആയിരിക്കും അന്വേഷണത്തിന് എത്തുന്നത്. ഈ പേപ്പർ അതിന്റെ വെറും കടലാസായിരിക്കും, അതിനൊരു ജീവനും ഉണ്ടാവില്ല ഈ സാധനത്തിന്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഞാൻ അയക്കുകയും ഈ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് അതിൽ എല്ലാവരും അറിഞ്ഞു. ഇല്ലെങ്കിൽ DGP ഒന്നും കാണൂല, DGP ഓഫീസിലെ സ്റ്റാഫ് അത് കാണുന്നത്, അതിന്റെ താഴെ കാണുന്ന DIG ഓഫീസിലെ സ്റ്റാഫ് ഇത് കാണുന്നുള്ളൂ. അങ്ങനെ വരുന്നത് ഈ അന്വേഷണം അവസാനം എത്തുന്ന ആളായിരിക്കും ഇത് വായിച്ചു നോക്കുന്നത് പോലും. അതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് പ്രോപ്പർ ചാനൽ വഴി പോവാത്തത്. പിന്നെ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നതിൽ നമ്മളെ ഇവർ പറയുന്ന പ്രോപ്പർ ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ CIക്കെതിരെയുള്ളൊരു പരാതിയാണെങ്കിൽ CIയുടെ മുകളിലുള്ള ഓഫീസർക്ക് കൊടുക്കാം. ഇപ്പം DYSPക്കെതിരെയുള്ള പരാതിയാണെങ്കിൽ SPക്ക് കൊടുക്കാം നേരിട്ട്, കാരണം അദ്ദേഹം കാണുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ CI മുതൽ DGP വരെയുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഹോം മിനിസ്റ്റർ അല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നേരിട്ട് അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, വാല് പിഴിഞ്ഞ ഇതാണ് പ്രോപ്പർ ചാനൽ. ഇപ്പൊ ഈ ഇപ്പൊ നമ്മളിപ്പോ സേനയ്ക്കുള്ളിൽ നിന്ന് പ്രതികരിക്കുന്നവരോടുള്ള മനോഭാവം കണ്ടല്ലോ. ഇപ്പം നമുക്കിപ്പം ന്യൂസിലൊക്കെ കാണാറുണ്ട്, പോലീസിനെതിരെ പരാതി കൊടുക്കണം പൊതുജനങ്ങൾക്ക്. അങ്ങനെ ഒരു ഈ പറഞ്ഞ ഒരു പ്രോപ്പർ ചാനലുണ്ട്. അങ്ങനെ ഒരു പൊതുജനം പരാതി കൊടുക്കാൻ പോയാൽ നമ്മളോടും ഇതൊക്കെ തന്നെയായിരിക്കും കാണിക്കുന്നത്. പൊതുജനത്തിന് നേരിട്ട് കൊടുക്കാമല്ലോ, ഏതോ ഓഫീസർക്കും നേരിട്ട് കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് നിങ്ങളൊരു മെയിൽ അയച്ചു എന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ പോലീസിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ നടപടി എടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുന്നു. അത് സ്വാഭാവികമായിട്ട് DGPക്ക് കൊടുക്കുന്നു, DGP അത് താഴ്ത്തു, അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷെ അത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആയതുകൊണ്ട് SP ലെവലിലൊക്കെ വന്നിട്ട് നടപടി വരും, എന്തെങ്കിലും വരും. ഇപ്പം ലാസ്റ്റ് വന്ന കുറച്ച് വീഡിയോസ് ഈ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, അതാ ഞാൻ വൈറലായെന്ന് നേരത്തെ പറഞ്ഞു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറെ തമ്മിലൊക്കെ കണ്ടു. പിണറായി വിജയനെതിരെ ഉമേഷ് വള്ളിക്കുന്ന് സംസാരിക്കുന്നു. ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ എന്ന നിലയിലോ അദ്ദേഹത്തോട് കടുത്ത വിയോജിപ്പുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് യാതൊരു വിയോജിപ്പുമില്ല. ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കും വിയോജിപ്പൊന്നുമില്ല. പക്ഷേ ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം പോലീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് താല്പര്യമുണ്ട്. പോലീസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹം അറിയണം. ഇപ്പൊ ശരിക്കും ഈ ചാനലുകളിൽ അങ്ങനെ പിണറായി വിജയൻ പുല്ലാണ് ഈ രീതി സംസാരിച്ചിട്ടുണ്ടോ, അതോ അവർ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി കൊടുക്കുന്നു? ഇല്ല, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. പക്ഷെ അദ്ദേഹത്തിന് പോലീസിനെ കുറിച്ചിട്ടുള്ള പോലീസ് സേനയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ ധാരണക്കുറവുണ്ടെന്നാണ്. അദ്ദേഹം അറിയുന്നില്ല, പലതും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറയുന്ന കാര്യമാണല്ലേ? ശ്രദ്ധിക്കുന്നില്ല എന്നും പറയാം. ഓക്കെ, ഇനി സസ്പെൻഷനോ അതിനപ്പുറത്തേക്ക് ഡിസ്മിസലോ ആവുകയാണെങ്കിൽ എന്താണ് ഇതോടുകൂടി ശരി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുവാണോ, അതോ വേറെ എന്താണ്? അല്ല, നമ്മൾ നിയമപരമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം പോകും. ഇപ്പൊ പറഞ്ഞ പോലെ
അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട്, കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിൽ പോകേണ്ടി വന്നാൽ നമ്മൾ പോകും. ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് പറ്റിയ അതിപ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ചിലപ്പം റിട്ടയർ ആയി പോവുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ നമ്മളൊന്നും ചോദിക്കാതെ അങ്ങ് പിന്തിരിഞ്ഞു പോകുന്നത് നമ്മളെ കൂടെയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് ഇനി പോലീസിൽ വരാനുള്ളവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇപ്പൊ 10 വർഷത്തെ സംഗതി തന്നെ ഇനിയും തുടർന്നു പോകും. തീർച്ചയായിട്ടും ഫേസ്ബുക്കിലും തീർച്ചയായിട്ടും. കാരണം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു വലിയൊരു അവസരമാണ്. അല്ലെങ്കിൽ ഈ പോലീസ് ഇപ്പം നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഏതെങ്കിലും പോലീസുകാരനായിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഒരു പോലീസുകാരനും ശബ്ദിക്കാൻ പറ്റില്ല. ഒരു പോലീസുകാരൻ സസ്പെൻഷനിലായി, അയാൾ ഇന്ന കാരണം കൊണ്ട് അയാൾ ഇങ്ങനെ പെണ്ണ് കേസിൽ സസ്പെൻഷനായി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി സസ്പെൻഷനായി എന്ന് മുകളിൽ നിന്നുള്ള ഈ സസ്പെൻഷൻ ഓർഡർ, ഇപ്പം എൻ്റെ സസ്പെൻഷൻ ഓർഡർ ഞാൻ കിട്ടുന്നതിന് മുമ്പ് ഞാൻ കിട്ടിയപ്പോൾ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അവർ 12:20 എനിക്ക് കിട്ടുന്നത്, 11:20 മനോരമയിൽ വാർത്ത വന്നു. അപ്പോൾ ഈ സസ്പെൻഷൻ ഓർഡർ അതിന് മുമ്പേ അവിടെ എത്തി. അപ്പോൾ ഈ ഉത്തരവിടുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ആൾക്കാർ പറയുന്നതല്ലാണ്ട് ഈ ശിക്ഷ കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആൾക്കാർ പറയുന്ന ശബ്ദം എവിടെയും കേൾക്കാറില്ല. പക്ഷെ നമുക്ക് ഫേസ്ബുക്ക് കിട്ടിയത് ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്കിത് തുറന്നു പറയാം, സംസാരിക്കാൻ ഒരു മീഡിയ ഉണ്ട്. ഈ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പോലീസിൽ തിരുത്തലുകൾ വരും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ HDFC ബാങ്കിന് നമ്മുടെ സാലറിയുടെ റിക്കവറി മുഴുവൻ മറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു പോലീസുകാരനാണ്, സൈബർ സെല്ലിലെ ഒരു പോലീസുകാരനാണ് അതിൻ്റെ ടെക്നിക്കലിയുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പ്രയാസങ്ങൾ, അതിലെ ചതി എല്ലാം വെളിച്ചപ്പെടുത്തിക്കൊണ്ടിട്ട് എഴുതിയിട്ട് പോലീസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇട്ടത്. ഞാൻ ഇതിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു, ഇതിൽ വലിയ അഴിമതിയുടെ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടു. അതിന് എൻ്റെ 2 ഇൻക്രിമെന്റ് വെട്ടിപ്പോയി, എനിക്ക് അച്ചടക്ക നടപടി വന്നു. പക്ഷേ ആ സംഭവം പിൻവലിച്ചു. ഒരുപക്ഷെ കോടികളുടെ അഴിമതിയുടെ സാധ്യതയുണ്ട്. കാരണം സാമ്പത്തിക ഇടപാടല്ലേ. ഈ ബാങ്കുകാർ പോയിട്ട് മറ്റ് സ്കൂളിലൊക്കെ പോയി പറയുന്നത് ഞങ്ങൾ പോലീസിൻ്റെ സാലറി ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അടുത്ത ക്യാൻവാസിങ്. പക്ഷെ ആ സംഭവം കൂട്ടിക്കെട്ടി നടപ്പാക്കാൻ പറ്റിയില്ല. അതപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഒരു വിജയമാണ്. പിന്നെ കോഴിക്കോട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കെട്ടിടപ്പണിക്കാരുടെ ഹെൽമെറ്റിൽ ഗ്രില്ല് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഹെൽമെറ്റ്, അത് സ്റ്റാപ്പ് കൂട്ടി താഴെ വീണു. അതിൻ്റെ ഫോട്ടോസ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലും എൻ്റെ 2 ഇൻക്രിമെന്റ് പോയി. പക്ഷേ ആ അടുത്ത കോൺഫറൻസിന് പോകുന്ന ആൾക്കാർ അത് പുതിയ ISI മാർക്കുള്ള ഹെൽമെറ്റുമായിട്ടാണ് SHOമാർ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നത്. ഒരുപക്ഷെ ഈ പറയുന്നതുകൊണ്ട് ശബ്ദിക്കുന്നത് കൊണ്ട് ഉമേഷ് വള്ളികുന്നിന് നഷ്ടങ്ങളുണ്ടെങ്കിലും ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടല്ലേ. നഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ ഇൻക്രിമെന്റ് സർവീസിലെ ഇൻക്രിമെന്റേ പോവുള്ളൂ, ജീവിതത്തിലെ ഇൻക്രിമെന്റ് കൂടുമെന്ന് പറഞ്ഞത് പോലെ അങ്ങനെ കരുതുന്ന ആളാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും സെൻസേഷണലായ ഒരുപാട് കാര്യങ്ങൾ സധൈര്യം പറയാൻ സാധിക്കട്ടെ. വീണ്ടും എന്താ പറയുക, എഴുതുക, വായിക്കാൻ ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ റെഡിയാണ്. ഞങ്ങൾക്കും അറിയണമല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത്. താങ്ക് യു. എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, പോലീസുകാരെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സംഘർഷങ്ങളിലും സമ്മർദ്ദങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നീതി എന്ന് പറയുന്നത് പോലീസുകാരെ മാറ്റി നിർത്തിയിട്ടുള്ള പ്രേക്ഷകരോട് പറയാം, നീതി എന്ന് പറയുന്നത് ഈ പ്രേക്ഷകർക്ക് നൽകുന്നതിൽ പോലീസ് ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതിന് പറ്റുന്ന സാഹചര്യമോ സ്ട്രെങ്തോ ഒന്നും പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലില്ല. അത് ഉണ്ടാക്കാനുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ ആളുകളെ കൊടുക്കാനും ആ ആളുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും ഉള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി എല്ലാ ജനങ്ങളും മുന്നിട്ടിറങ്ങണം.